കള്ളം പറയുന്നത് എന്തുകൊണ്ടാണ്? കള്ളം പറയുന്നത് കുട്ടികളുടെ നോർമൽ ആയിട്ട് കാണുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ്. അവർ പറയുന്ന ചില കള്ളങ്ങൾ ഹാംലെസ് ആയിരിക്കും, പക്ഷെ ചിലത് നമുക്ക് ഭയങ്കര കൺസേൺ തരുന്നവയായിരിക്കും അല്ലെ. അപ്പം ഈ കുട്ടികൾ കള്ളം പറയുന്നതിന് പിന്നിലുള്ള സൈക്കോളജി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. There are two types of lies. ഒന്ന് ഫാന്റസി ലൈസ്. ഇത് തീരെ ചെറിയ കുട്ടികൾ പറയുന്ന ലൈസ് ആണ്. അതായത് കുറച്ചുകൂടെ അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉപയോഗിച്ച് പറയുന്ന ലൈസ്. ഇത് ഹാംലെസ് ആണ് പൊതുവെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ എന്റെ വീട്ടിലൊരു ഡ്രാഗൺ കുഞ്ഞുണ്ട്, ഞാൻ അതിന് പാല് കൊടുത്തു, എന്നിട്ട് ഞാനും അതും കൂടെ വിമാനത്തിൽ കയറി മൂണിന്റെ അടുത്ത് പോയി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ലൈസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾ മനഃപൂർവ്വം പറയുന്നതാണ്. കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾ അത് അവരുടെ ഒരു പണിഷ്മെന്റ് ഒഴിവാക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളം റീസൺ പറയാ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും തല്ലി പൊട്ടിച്ചു പക്ഷെ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയാ, ഈ ഒരു ടൈപ്പ് വരും. സ്ട്രാറ്റജിക് ലൈസ് പറയാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അവർ പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പിന്റെ ഒരു പിയർ പ്രഷറിൽ, അതായത് ഒരു ഗ്രൂപ്പിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടി പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ തീരെ സെൽഫ് എസ്റ്റീം കുറഞ്ഞ കുട്ടികൾ അവരൊന്ന് സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് വൺ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് തീരെ ചെറിയ കുട്ടികളായിരിക്കും ഇത്, ഇവർക്ക് സത്യം എന്താണ് അസത്യം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഒരു ഫുള്ളി ഡെവലപ്ഡ് കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പറയുന്ന ലൈഫ്. അപ്പൊ ഈ സ്ട്രാറ്റജിക്കൽ ലൈസും അതിന് പുറകിലുള്ള റീസണും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് കാം ആയിട്ട് തന്നെ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇവഞ്ച്വലി നമ്മുടെ മക്കൾ ഹാബിച്വൽ ലയർ ആയിട്ട് മാറും.